ഹലോ, വെൽക്കം ടു ഗായശശി ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ സ്കേർട്ടിൽ സൈഡ് ഓപ്പണിൽ ഇൻവിസിബിൾ ആയിട്ട് എങ്ങനെയാണ് സിപ്പ് അറ്റാച്ച് ചെയ്യുന്നുള്ള വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അതിന് ആദ്യമായിട്ട് തന്നെ സ്കേർട്ടിൽ ബോഡി പാർട്ടും ലൈനിങ് പാർട്ടും ഇതുപോലെ ഫ്ലീറ്റ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റെഡിയാക്കി നമ്മൾ ഉൾഭാഗത്ത് ജോയിന്റ് സൈഡ് ജോയിന്റ് അങ്ങനെ അങ്ങോട്ട് ഉൾഭാഗത്ത് തിരിച്ച് സൈഡ് ജോയിന്റ് ചെയ്യുന്ന ഭാഗം എടുത്തു വെക്കുക. അതിൽ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പില് ലെങ്ത് ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യും. ആ അറ്റാച്ച് ചെയ്യുമ്പോൾ 7 ഇഞ്ച് വരെയും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ 7 ഇഞ്ച് വരെയും നമ്മൾ സ്റ്റിച്ചേഴ്സിൽ വലിയ സ്റ്റിച്ചേഴ്സ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യില്ലേ, അതുമാതിരി വലിയ സ്റ്റിച്ചിൽ 7 ഇഞ്ച് വരെയും ആ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് എന്താ വെച്ചാൽ അത് നമ്മൾ പിന്നീട് സിപ്പ് അറ്റാച്ച് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാനുള്ളതാണ്. സോ അതുപോലെ ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ 7 ഇഞ്ച് വരെയും വലിയ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് നോർമലായിട്ട് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് ജോയിന്റ് ചെയ്ത് കൊടുക്കാം. രണ്ടിലും അതേപോലെ ബോഡി പാർട്ടിലും ലൈനിങ് പാർട്ടിലും അതുപോലെ ജോയിന്റ് ചെയ്ത് കൊടുത്ത ശേഷം അതിനെ ഫ്രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ തിരിക്കണം. തിരിച്ചതിന്റെ ശേഷം ഉള്ളിലുള്ള സീം അലവൻസ് ഇല്ലേ, ആ എക്സ്ട്രാ 1/2 ഇഞ്ച് അതിനെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് രണ്ട് ഭാഗത്തും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നല്ലോണം അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. സ്റ്റീം അയൺ ചെയ്താലും മതി, അല്ലാതെ കൈ കൊണ്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും ഓക്കെ. പ്രസ് ചെയ്തിട്ട് ആ വെളിയിൽ നമുക്ക് 7 ഇഞ്ച് നല്ല വിസിബിൾ ആയിട്ട് കാണുന്ന പോലെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേമാതിരി ബോഡി പാർട്ടിലും ലൈനിങ് പാർട്ടിലും രണ്ടിലും അതേമാതിരി നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ആ സീം അലവൻസ് വന്നിട്ട് ഇങ്ങനെ പിക്ചറിൽ കാണിക്കുന്ന പോലെ ഓപ്പൺ ആക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോ ലൈനിങ് പാർട്ടിന്റെ മേളില് നമ്മൾ സിബിന്റെ ഫ്രണ്ട് സൈഡ് തന്നെ വെച്ച് ഇതേപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സൈഡ് സ്റ്റിച്ചും താഴത്ത് ഇങ്ങനെ ബോക്സ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കില്ല, അതുമാതിരി അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എല്ലാം ഫ്രണ്ട് ഭാഗമാണ്. ലൈനിങ് ക്ലോത്തില് ഫ്രണ്ട് ഭാഗത്തിലാണ് സ്റ്റിച്ച് ചെയ്തതിന്റെ ഫ്രണ്ട് ഭാഗത്തിലാണ് സിബിന്റെ ഫ്രണ്ട് ഭാഗവും വെച്ചിട്ട് ഇതേമാതിരി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. സൈഡ് ഓപ്പൺ ചെയ്യാന് ഇപ്പോ 9 ഇഞ്ചസ് ഓഫ് സിബർ ഉണ്ടാകും, അതാണ് വാങ്ങിക്കുക. ഇൻവിസിബിൾ സിബാണ്. എനിക്ക് ഈ കളറിൽ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇപ്പൊ എന്റെ കയ്യിലുള്ള വലിയ സിബാണ് എടുത്തിരിക്കുന്നത്. അത് പിന്നീട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ സ്ട്രെയിറ്റ് സിബിന്റെ റൈറ്റ് സൈഡ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് താഴത്ത് ബോക്സ് രീതിക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് മുകളിൽ കയറ്റി സ്റ്റിച്ച് ചെയ്യണം. ബാക്കില് ഇതേപോലെ രണ്ട് ഭാഗം ഓപ്പൺ ആക്കിയിട്ട് ആ സീം എലമെന്റ്സ് വന്ന് ഓപ്പൺ ആക്കിയ പോലെ വേണം, അത് ശ്രദ്ധിക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ. സോ അത് കഴിഞ്ഞ ശേഷം ബോഡി പാർട്ടും അതേമാതിരി സീം എലമെന്റ്സ് ഓപ്പൺ ചെയ്ത് പ്രസ് ചെയ്ത് അല്ലെങ്കിൽ അയൺ ചെയ്ത് ആ സിബിന്റെ മുകളിൽ ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ അങ്ങനെ തന്നെ വെച്ചിട്ട് സെയിം സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. റൈറ്റ് സൈഡ് സ്റ്റിച്ച് ഇടുക, താഴത്ത് അതേമാതിരി സ്റ്റിച്ച് ഇട്ട് മുകളിൽ ലെഫ്റ്റ് സൈഡ് മുകളിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യണം. 7 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്ത് അതിൽ തന്നെ അതോടൊക്കെ കറക്റ്റ് 2 സ്റ്റിച്ചും വരാൻ ശ്രദ്ധിക്കണം. കണ്ടോ, ഞാനിവിടെ 7 ഇഞ്ചസിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേമാതിരി റൈറ്റ് സൈഡ് ആ ഷേപ്പിൽ താഴത്ത് ലെഫ്റ്റ് സൈഡ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഓപ്പണർ കൊണ്ട് നമ്മൾ ആ സ്റ്റിച്ചെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്, ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വലിയ സ്റ്റിച്ചാണല്ലോ ഇട്ടിരിക്കണേ, സോ അത് കാരണം കൊണ്ടാണ് ആ വലിയ സ്റ്റിച്ച് ഇടുന്നത്. എന്താ വെച്ചാൽ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് ഭാഗത്തും. ഇൻസൈഡ് ലൈനിങ്ങിലും ഓപ്പൺ ചെയ്യണം, വെളിയിൽ ഇതേമാതിരി ബോഡി പാർട്ടിലും ഓപ്പൺ ചെയ്ത് കൊടുക്കണം. സോ ഇതുപോലെ അങ്ങോട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ആ എക്സ്ട്രാ വരുന്ന ത്രെഡെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് സ്കേർട്ടിൽ സൈഡ് ഓപ്പൺ ഇത്രയും ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുക്കാം. ഇത് ഇതുപോലെ സ്കർട്ടിൽ ഫിനിഷ് ചെയ്ത ഒരു പാർട്ടാണ്. വേസ്റ്റ് ബാൻഡ് റോപ്പ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡ് സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ നീറ്റായിട്ടും ഫിനിഷിങ് കിട്ടും. സോ ബിഗിനേഴ്സ് എല്ലാം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യാം.